വിദ്യാലയങ്ങളെ ആഘോഷമാക്കി പ്രവേശനോത്സവം. അക്ഷരദീപം തെളിയിച്ചായിരുന്നു ചാലാക്ക ഗവൺമെന്റ് LP സ്കൂളിലെ പ്രവേശനോത്സവം. അറിവുകളുടെയും ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും മധുരം നുകരാനായി കുരുന്നുകൾ വീണ്ടും വിദ്യാലയാങ്കണത്തിൽ ഒത്തുചേർന്നു. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നത് ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന ആപ്തവാക്യവുമായാണ്. വർണ്ണാഭമാർന്ന രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചാണ് വിദ്യാലയങ്ങൾ നവാഗതരെ വരവേറ്റത്. അക്ഷരകിരീടം ചൂടിച്ചും അക്ഷരദീപം തെളിയിച്ചുമാണ് ചാലാക്ക ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളെ വരവേറ്റത്. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യയന വർഷം നമുക്ക് പുതിയതായി 2 ഡിവിഷൻ കൂടി അനുവദിച്ചു കിട്ടുകയാണ്. അപ്പൊ അത് നമ്മുടെ 75ഓളം പുതിയ കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയ അധ്യാപകരോടാണ്. അവരുടെ പഠന രീതിയും അതുപോലെ മറ്റു രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടുമുള്ള പെരുമാറ്റത്തിന്റെ ഒരു സവിശേഷത കൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം ഇവിടുത്തെ എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് പ്രധാന അധ്യാപികയും അതുപോലെ എല്ലാ അധ്യാപകരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള ഫണ്ടുകളിൽ നിന്ന് മാത്രം ആ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ ആ അവസരത്തിലാണ് നല്ലവരായ നാട്ടുകാരുടെയും സ്ഥാപനങ്ങളുടെയും സഹായം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വിദ്യാലയം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പഞ്ചായത്തിനാവും വിധം പഞ്ചായത്തും ശ്രമിക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് ദിവ്യ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഡാലി A. ജോസ് സ്വാഗതം പറഞ്ഞു. ഈ ഒരു യാത്രയില് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം കൂടെ നിന്നത് കൊണ്ട് മാത്രം ആ കരുതലും ആ സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇത്ര ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചത്. പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമ പ്രവർത്തകയുമായ സ്മിത ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാർ, പഞ്ചായത്ത് അംഗം AB മനോഹരൻ, MPTA പ്രസിഡന്റ് ദിവ്യ ദേവസി, മുൻ പ്രധാനാധ്യാപിക ഉഷ K. തോമസ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി നിതീഷ് R. നായർ, സീനിയർ അധ്യാപകൻ KS മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ തിരക്കുകളാ, ജോലിയുടെ തിരക്കുകള്, അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ തിരക്കുകള്, പ്രശ്നങ്ങള്, അതിനിടയിൽ ഈ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാൻ, വീണ്ടും വീണ്ടും വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ വന്നില്ലെങ്കിൽ മിസ് ചെയ്യും. ജോലിയുണ്ട്, തിരക്കുണ്ടെന്നൊന്നും പറഞ്ഞ് മാറിയുന്ന അത് എന്റെ നഷ്ടമാണ്. ഇപ്പൊ മഴ പെയ്തപ്പോ തന്നെ ഈ കുട്ടികളുടെ ഇടയിൽ മഴ പെയ്യുമ്പോ നിൽക്കുമ്പോ അതിനൊരു പ്രത്യേക സുഖമാണ് അല്ലെ. നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ച് മഴ, ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല, അത് ഇത് എന്നൊക്കെ ചിന്തിക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. എന്നിൽ ആ കുട്ടിയുണ്ട്. ആ കുട്ടി എങ്ങനെ ഉറങ്ങാതെ ഉണർത്തി ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്. അത് നിങ്ങളെല്ലാവരും അങ്ങനെ ആവണം. കാരണം എന്താ അറിയോ, അല്ലാതെ നമ്മൾ നേരവും കാലവും ഒക്കെ നോക്കി എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞിട്ട് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റില്ല. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പുറത്തേക്കൊന്ന് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയെത്തും. പ്രശ്നങ്ങൾ വരും പോവും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ ഉപാസിപ്പൂ ദുഃഖത്തെ മന്നവൻ എന്നാണ് പറയുന്നത്. ദുഃഖം ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കും, എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെ ആലോചിച്ച് ഉറക്കം വരാത്ത രാത്രികളിൽ കൂടെ നമ്മൾ പലരും കടന്നു പോകും. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ലെന്നേ. ഞാനൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. സ്കൂള് തുറക്കുമ്പോ, മഴ വരുമ്പോ വീടിന്റെ ഓല മേൽക്കൂര മേഞ്ഞു കെട്ടാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് പിടിച്ച് കരഞ്ഞ് ഞങ്ങളെ ചേർത്ത് പിടിച്ച അമ്മയെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയോട് ഇപ്പൊ ഞാൻ ഓരോന്ന് പറയുമ്പോഴും അമ്മ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ പോവുകയാണ്. നല്ല കാര്യം. അതെന്തുകൊണ്ടാണ്? ആ കഷ്ടത നമുക്കറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ ഈ എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോ ഈ വാങ്ങുന്നതിലുള്ള സന്തോഷം അതിനേക്കാളും കൊടുക്കുന്നതിലാണ് സന്തോഷം വേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടികളെ അതിനാണ് പഠിപ്പിക്കേണ്ടത്. കൊടുക്കുമ്പോഴുണ്ടാകുന്ന മറ്റേ ആളുടെ മുഖത്ത്, അത് പ്രത്യേകിച്ച് വല്ലാതെ വിശന്ന് വരുന്ന ഒരാൾക്ക് നമ്മൾ ഇച്ചിരി ഭക്ഷണം കൊടുക്കുമ്പോ അവരുടെ മുഖത്തൊരു സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഉള്ളൊരു ചിരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നോട്ടം ഉണ്ടാവും. അത് നമ്മളിൽ ആത്മഹർഷം നിറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അങ്ങനെ ആയിരിക്കാനാണ് നമ്മൾ ഈ അധ്യയന വർഷത്തിൽ അത് തന്നെ ആവട്ടെ നമ്മുടെ പ്രതിജ്ഞ.